ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങൾ എല്ലാവരും RPF എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്നാണ് വിശ്വാസം. എങ്കിലും കുറച്ച് പേരൊക്കെ ഡൗട്ട്സുമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് പറ്റുന്നില്ല, അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മുമ്പേ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ. അതിലൂടെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അതിലുള്ളവർക്ക് കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയറിങ് സെക്ഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ഒരുപാട് ഡൗട്ട്സ് വന്ന ഒരു സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ RPF എക്സാമിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ OBC NCL സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ST സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ നമ്മുടെ കാസ്റ്റ് പരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യം എന്തുണ്ട്, നമ്മുടെ ഇതുപോലത്തെ എക്സാംസിന് ആവശ്യമുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒരു രജിസ്റ്റർ നമ്പറൊക്കെ നമുക്കിതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് എടുത്തതിൽ അതിൽ മെയിനായിട്ട് തോന്നിയ 2 കമൻറ്റ്സ് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ NCL സർട്ടിഫിക്കറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോർമാറ്റ് ആണോ അതോ സ്റ്റേറ്റ് ഫോർമാറ്റ് ആണോ വേണ്ടത്. അതായത് NCL സർട്ടിഫിക്കറ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതും സ്റ്റേറ്റ് ഫോർമാറ്റും സെയിം ആണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് NCL സർട്ടിഫിക്കറ്റ് റെയിൽവേ ഒരു ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ ഒരു ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഫോർമാറ്റ് പ്രൊവൈഡഡ് ബൈ റെയിൽവ എന്ന് പറഞ്ഞ് ഒരു ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ശരിക്കും അവരൊരു ഫോർമാറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫോർമാറ്റ് ഫോർ OBC NCL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി GDക്കൊക്കെ എടുത്തു വെച്ച പോലെ ഒരു ഓൺലൈൻ ഫോർമാറ്റ് മാത്രമല്ല നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ഇറക്കിയിട്ടുള്ള ഒരു പ്രധാന ഫോർമാറ്റ് ഉണ്ട്, അത് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഏത് ഫോർമാറ്റാണ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ ഫോർമാറ്റ് തന്നെ ആയിരിക്കണം റെയിൽവേ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടതായിട്ടുള്ളത്. അതിലൊരു OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഇതേ ഫോർമാറ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഒരു രജിസ്റ്റർ നമ്പറൊക്കെ കിട്ടും, ആ നമ്പറൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി നമ്പറൊക്കെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഫോർമാറ്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RRB, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് കാണുന്നുണ്ടായിരിക്കും, rrbapply.gov.in. rrbapply.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലുള്ള ഒരു വെബ്സൈറ്റൊക്കെ അവൈലബിൾ ആയി കിട്ടും. അതിൽ നിന്ന് വേണം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ ഡൗൺലോഡ് ഫോർമാറ്റ്സ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം rrbapply.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഈ ഒരു ഡൗൺലോഡ് ഫോർമാറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഡൗൺലോഡ് ഫോർമാറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത് കാണുന്നതാണ്, ഇത് കണ്ടോ, ആ ഒരു കാറ്റഗറി നമ്മൾ പുൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാറ്റഗറീസ് വരുന്നുണ്ട്. നമ്മുടെ SC ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, EBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, EWS ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാസ്റ്റ് പരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് റെയിൽവേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ OBC NCL ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജോലിയൊക്കെ കിട്ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കണം, ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുവേണം നിങ്ങൾ പറഞ്ഞത്. ഇത് കണ്ടോ, NCL ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷനാണ്. ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഒരു കാസ്റ്റിൽ പെട്ടവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഡിക്ലറേഷൻ സ്വയമേ എഴുതി ഒപ്പിട്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊസീജിയറാണ് അത് വരുന്നത്. ബാക്കി അല്ലാണ്ട് ഇവിടെ കിടക്കുന്ന SC ST OBC അതുപോലെ തന്നെ EWS അതുപോലെ തന്നെ EBC സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എന്താണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഡൗട്ട് ക്ലിയർ ആയി കാണും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെയിൽവേയുടെ ഫോർമാറ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോൺ ക്രീമി അല്ലെങ്കിൽ
നോൺ ക്രീമി അല്ലെങ്കിൽ RPF കോൺസ്റ്റബിൾ SI രണ്ടും സെപ്പറേറ്റ് ആയി എടുക്കണം. അതായത് കോൺസ്റ്റബിളിനും SIക്കും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു റെയിൽവേ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം രണ്ടും അപ്ലൈ ചെയ്യേണ്ടത്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. കാരണം റെയിൽവേയുടെ ഫോർമാറ്റ് പക്ക ഇത് തന്നെയാണ്. അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് റെയിൽവേ ടെക്നീഷ്യന് എടുത്ത നോൺ ക്രീമി മതിയാവോ? റെയിൽവേ അതായത് ഇപ്പോൾ നടത്തുന്ന, അതായത് ഇനി നടക്കാൻ പോകുന്ന ALP ടെക്നീഷ്യൻ്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷമാണ് ആ ഒരു ALPക്ക് വേണ്ടി ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ എന്ത് ചെയ്യാൻ മതി, അതിൽ തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. അതായത് റെയിൽവേ ടെക്നീഷ്യൻ ഈ വർഷമാണ് എടുത്തതെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അതേ സർട്ടിഫിക്കറ്റ് തന്നെ ഏതിനും ഉപയോഗിക്കാം. ഇനി വരാൻ പോകുന്ന RPF ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, എല്ലാത്തിനും അത് തന്നെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ മടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. NCL ആയിക്കോട്ടെ, SC ST സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉടനെ തന്നെ നിങ്ങൾ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് NTPC എക്സാംസ് വരുന്നുണ്ട്, റെയിൽവേയുടെ എക്സാംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്രയും യൂസബിൾ ആവുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഡേറ്റ് ആവാറായി. അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് കാണും എവിടെ നിന്നാണ് ഇത് എടുക്കേണ്ടതെന്ന്. അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമുക്കിനി എന്ത് ചെയ്യില്ല പറയാനുള്ളത്. ഇനിയിപ്പോൾ എടുക്കാത്തവരാണെങ്കിൽ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ കാണിച്ചു തന്നില്ലേ ആ ഫോർമാറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ആ ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെ പോയി നിങ്ങൾക്ക് ചെയ്താൽ മതി, നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള അക്ഷയ് സെൻറ്റേഴ്സിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോപ്പി പ്രിൻ്റ് എടുക്കുക. അതായത് ഈ ഒരു ഫോർമാറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ കോപ്പി പ്രിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയും. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്തു, ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് കൈ വെച്ചു. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോവുകയാണ്, അടുത്തിനി വില്ലേജ് ഓഫീസിൽ പോകണം. നിങ്ങൾ തന്നെ വില്ലേജ് ഓഫീസിൽ അവർക്ക് ഒരുപാട് കാര്യം പറഞ്ഞു തരും. എന്തൊക്കെയാണോ പ്രൂഫുകൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ രേഖകൾ നിങ്ങൾ കാണിക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അക്ഷയക്കാർ വിടും. അവിടെ നിന്ന് എന്ത് ചെയ്യുക, വില്ലേജ് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസ് എന്ത് ചെയ്യും, ഓഫീസർ അത് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ എവിടെ വിടും, ആ ഒരു ഫോർമാറ്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും താലൂക്ക് ഓഫീസിലേക്ക്. ആ ഒരു രജിസ്റ്റർ ഫോർവേഡ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യണം, താലൂക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അവിടെ വെച്ച് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ തഹസിൽദാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഇന്ന കാസ്റ്റിലാണെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തരും. ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള തഹസിൽദാറിൻ്റെ ഒപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തായി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലായി. ഒരു 2 to 3 ഡേയ്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ചെയ്ത് കിട്ടാനും ഇതുണ്ട്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, നേരെ വില്ലേജ് ഓഫീസിലും പോകണം, നേരെ താലൂക്ക് ഓഫീസിലും ചെന്ന് ഇതെല്ലാം കയ്യിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ആദ്യം ഡൗൺലോഡ് ചെയ്യുക, വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോവുക, അവിടെ നിന്ന് താലൂക്കിൽ നിന്ന് നിങ്ങൾ സൈൻ ചെയ്ത് മേടിക്കുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാര്യവും കഴിയും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡേറ്റ് കണ്ടോ, ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് 14 മെയ്നാണ്, നമ്മുടെ മെയ് 14-നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാൻ, NCL സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേടിയും കൂടാതെ ഉടനെ തന്നെ അപ്ലൈ ചെയ്തും തുടങ്ങാം. അപ്പോൾ എന്താണ്, അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ ഒരു പഠിച്ചു തുടങ്ങാനുള്ള ടൈമായി, കാരണം ഇനി കുറച്ച് സമയമുള്ളൂ. നിങ്ങൾക്കും അറിയാം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡൻസിന് വേണ്ടിയാണെങ്കിൽ, നല്ലപോലെ പഠിച്ച് എങ്ങനെയെങ്കിലും മുന്നേറിയാൽ മതി എന്നുള്ള തോന്നുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിശയുടെ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ കാര്യങ്ങൾ തിരക്കാവുന്നതാണ്, ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ അത്രയും പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദിശ എന്താണ്, ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-2 ഗ്രൂപ്പ്സ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് താഴെ കമൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തുണ്ട്, നമ്മുടെ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ്സസിൻ്റെ കണ്ടന്റ് എല്ലാം ആ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ക്വിസ് ബോട്ട് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ തന്നെ പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉടനെ തന്നെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.